D55 ധനുഷിന്റെ 55ാമത്തെ ചിത്രത്തിലുപരി മമ്മൂട്ടി ഒരു കേന്ദ്ര കഥാപാത്രം തമിഴ് അഭിനയിക്കുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മമ്മൂട്ടി തമിഴ്നാട്ടിൽ അഭിനയിച്ച 90% സിനിമകൾ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റുകളാണ്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വളരെയേറെ ഇതുണ്ട്. കാരണം പേരന്മിന് ശേഷമാണ് മമ്മൂട്ടി ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് വാർത്താ പ്രാധാന്യം കേരളത്തിൽ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ധനുഷിൻ്റെ അടുത്തിടെ ഒരുപാട് ചിത്രങ്ങൾ പരാജയമാവുകയും ചെയ്തു. അതുകൊണ്ട് ധനുഷിനെ സംബന്ധിച്ച ഏറ്റവും ഗംഭീര ഒരു ചിത്രമായിരിക്കണം D55. അന്നേരം ഇത് അമരൻ്റെ ഡയറക്ടറാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് പാട്ടുകളും ആക്ഷനും ഒക്കെ ഉണ്ട്. മമ്മൂട്ടി പ്രത്യേക ഗംഭീര ഒരു ക്യാരക്ടറൊക്കെയാണ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡൊന്നും അല്ല, പോസിറ്റീവ് ഷെയ്ഡൊക്കെയാണ്. പക്ഷെ മമ്മൂട്ടി ചെയ്യുന്ന അടിപൊളി ഒരു ക്യാരക്ടറൊക്കെയാണ്. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന വാർത്തകൾ അനുസരിച്ച് നമ്മുടെ ഇന്ദ്രൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു സമയത്ത് നമ്മളൊക്കെ ഇന്ദ്രൻസ് ചിരിക്കും. കാരണം ചിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു വളരെ മെലിഞ്ഞ ഒരാൾ ആ രൂപം വെച്ചുകൊണ്ടായിരുന്നു പുള്ളി തകർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 6-7 കൊല്ലമായിട്ട് പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഹോം മുതലൊക്കെ ആണെങ്കിൽ പോലും അതിന് മുമ്പെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹോം മുതലൊക്കെ ഭയങ്കരമായിട്ടുള്ള, അതിപ്പം തമിഴ്നാട്ടിലൊക്കെ എനിക്കൊന്ന് ഈ കറുപ്പൊക്കെ കണ്ടപ്പം സൂര്യയുടെ ക്യാരക്ടറിനൊക്കെ വെല്ലുവിളിക്കുന്നതിനുള്ള പെർഫോമൻസ് വൈസ് ഇന്ദ്രൻസ് തകർക്കുകയാണ്. ഇന്ദ്രൻസ് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഷൂട്ടിംഗ് എനിക്ക് ബാക്കിയുണ്ട് എന്നുള്ള. അന്നേരം ഉറപ്പായിട്ടും ഇതിൻ്റെ ഷൂട്ടിങ് ബാക്കിയുണ്ട്. ഇന്ദ്രൻസ് ഇതിൻ്റെ ഭാഗമാണ്. ഇന്ദ്രൻസ് ഇപ്പം നല്ല ശ്രദ്ധേയമായ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് തമിഴിലും മലയാളത്തിലും ഒക്കെ നിൽക്കുകയാണ്. അടിപൊളിയായിട്ട് പോകുന്ന ഇന്ദ്രൻസ് കൂടെ D55 വരുമ്പം ഉറപ്പായിട്ട് ഈ സിനിമ കുറച്ചുകൂടെ നല്ല കുറേ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. റിലീസ് ചിലപ്പം വൈകുമെന്നാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ഈ വർഷം റിലീസ് കാണാനും ചിലപ്പോൾ ചാൻസ് ഇല്ല. കാരണം ഷൂട്ടിങ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ നീണ്ടു പോകുന്നാലും ചിലപ്പോൾ റിലീസ് D55 ചിലപ്പം അടുത്ത വർഷം ആകാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഗംഭീര ഒരു സിനിമ ആയിരിക്കട്ടെ D55.